ഒരു വോയിസ് മെസ്സേജ് ശ്രദ്ധിക്കാനിടയായി. ആ വോയിസ് മെസ്സേജിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, നാളെ രാവിലെ എന്നെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കുകയില്ലെന്നും എന്നെ ആരോ തടയുമെന്നും ഒക്കെയുള്ള സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു ശബ്ദ സന്ദേശമായിരുന്നു. എൻ്റെ അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്തെ അംഗീകരിക്കാൻ പറ്റില്ലെന്നും അതുകൊണ്ട് എന്നെ ബഹിഷ്കരിക്കണമെന്നുള്ളൊരു പ്രമേയം തന്നെ പാസ്സാക്കി. ഈ ആളുകൾ അവിടെ നിന്ന് അസഭ്യങ്ങൾ തെറി പറയുമ്പോഴും ആക്രോശിക്കുമ്പോഴും ഈ അച്ഛന്മാർ അവരോടിത് ചെയ്യരുത്, നിങ്ങൾ സമാധാനത്തെ പിരിഞ്ഞു പോകണം, നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം എന്ന് പോലും അച്ഛന്മാർ പറഞ്ഞില്ല. ഞങ്ങളൊക്കെ ഒറ്റ തന്തയ്ക്ക് പിറന്നവനാണെന്നും താൻ ഒരു തന്തയ്ക്ക് പിറന്നവനല്ലെന്നൊക്കെ പറഞ്ഞ് അത്ര വരെ എന്നെ ആക്രോശിച്ചു, അസഭ്യങ്ങൾ തന്നെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ കരിയോലൊഴിച്ചാലും പെട്രോൾ ഒഴിച്ചാലും എൻ്റെ കാഴ്ചപ്പാടുകളും എൻ്റെ ബോധ്യങ്ങളും എൻ്റെ സ്വാതന്ത്ര്യവും ഞാൻ നിങ്ങൾക്ക് ആർക്കും പണയം വെക്കുകയില്ല. അതിനു മുമ്പായിട്ട് 20-ാം തീയതി തന്നെ ഇവർ ബേമ എല്ലാം കൂടി പിടിച്ചു മാറ്റി. അവിടെ നിന്ന് ബേമ എല്ലാം പിടിച്ചു മാറ്റി മണിമാളികയുടെ മുകളിൽ കൊണ്ടിട്ടു. വിശുദ്ധീകരണത്തിന് ബലിപീഠമെന്നുള്ള സമാപന ആശീർവാദത്തിന് ശേഷമുള്ള ആ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ ഞാൻ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് മദ്ബഹിലേക്ക് കയറി ആചാരം ചെയ്തു. എന്നെ കണ്ടതോടുകൂടി ഈ അച്ഛന്മാർ തന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും അടുത്ത കുർബാന തുടങ്ങി. അവർ തന്നെ ആ കുർബാന മധ്യയെ സണ്ണി കളപ്പുരയ്ക്കൽ അച്ഛൻ സുവിശേഷം വായിച്ച് പറഞ്ഞ പ്രസംഗം വിഷം ചീറ്റുന്ന ഒരു പ്രസംഗമായിരുന്നു. കാരണം ഒരു മദ്ബഹയിൽ നിന്നുകൊണ്ട് സുവിശേഷവാനിക്ക് ശേഷം എന്നെ പേരെടുത്ത് ആക്ഷേപിച്ചുകൊണ്ട് ആരോപണ ശരങ്ങൾ ഉയർത്തുകൊണ്ടുള്ള ഒരു വിഷം ചീറ്റുന്ന പ്രസംഗമായിരുന്നു. ഒരു മാരത്തോൺ പോലെ, ഒരു റിലേ റേസ് പോലെ കുർബാനയിലാണ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? അപ്പം ആളുകൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് കുർബാന ഇരുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ് കുർബാന ഇരുന്നത്? കുർബാന സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. ഇത് സേറ്റനിക് മാസാണ്. കുർബാന അവഹേളിക്കപ്പെട്ടാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം നേടണം, അതിന് എന്ത് മാർഗവും ഞങ്ങൾ അവലംബിക്കും എന്നുള്ള ദുശാഠ്യത്തോടു കൂടിയാണ് ഈ അച്ഛന്മാർ മാരത്തോണായിട്ട് കുർബാന നിർവഹിക്കുന്നത്. അവർ ആ സമയത്താണ് മാർലോയിസിൽ നിന്നോ അവിടെ നിന്നൊക്കെ ഓസ്തിയൊക്കെ അവിടെ കൊണ്ടുവന്നതാണ്, വീഞ്ഞെ കൊണ്ടുവന്ന അവിടെ നിന്ന്. മാർലോയിസിൽ നിന്ന് വീഞ്ഞ് കൊടുക്കാൻ വീഞ്ഞില്ല. മാർലോയിസ് വീഞ്ഞ് വിൽപ്പന കേന്ദ്രമല്ല. ഓസ്തി വിൽക്കുന്നുണ്ട്. വീഞ്ഞ് വിൽക്കാനായിട്ട് അരമനയ്ക്ക് മാത്രമേ അനുമതിയുള്ളൂ. അച്ഛന്മാരാണ് പുതിയ കുർബാനക്രമത്തിൽ തിരിയേണ്ടി വരുന്നത്. അതുകൊണ്ട് ജനങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ജനങ്ങളെ ഇരകളാക്കി അച്ഛന്മാർക്ക് എന്താ നഷ്ടപ്പെടാനുള്ളത്? എന്താണ്? അച്ഛന്മാർക്ക് ഭാര്യയില്ല, മക്കളില്ല, അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. അവർ മരിച്ചു കഴിഞ്ഞാൽ തീർന്നു, അവരോട് തീർന്നു. വിശ്വാസികളെ സംബന്ധിച്ചോളം എന്താണ്? അവർക്കൊരു ഒരാളെ സംബന്ധിച്ച് ഭാര്യയുണ്ട്, കുടുംബമുണ്ട്, മക്കളുണ്ട്. അവരുടെ വിശ്വാസമാണ് നശിക്കുന്നത്. ലക്ഷ്യവും മാർഗവും സുതാര്യമായിരിക്കണം. അതാണ് ക്രിസ്തീയമായ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അല്ലാണ്ട് ലക്ഷ്യത്തിന് വേണ്ടി ഏത് തെറ്റായ മാർഗവും സ്വീകരിക്കുന്നത് നമ്മുടെ രീതിയല്ല. അച്ഛൻ പറഞ്ഞു. അച്ഛാ സ്വാഗതം. പ്രത്യേകിച്ച് നമുക്കറിയാം, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ബസിലിക്ക, സെൻറ്റ് മേരീസ് ബസിലിക്ക ഇപ്പോൾ അടഞ്ഞു കിടന്നിട്ട് ദിവസങ്ങളായി. അവിടെ നടന്ന സംഭവങ്ങളുടെ, ദൗർഭാഗ്യകരമായ സംഭവങ്ങളുടെ എല്ലാം പ്രതിസ്ഥാനത്ത് ഒരു വിഭാഗം നിർത്തുന്നത് അച്ഛനെയാണ്. ആ ആരോപണങ്ങളെ അച്ഛൻ എങ്ങനെ നോക്കിക്കാണുന്നു? എന്നെ സെൻറ്റ് മേരീസ് കത്തീഡ്രൽ പള്ളിയുടെ ബസിലിക്കയുടെ അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചതിൽ അതിരൂപതയിലെ നല്ലൊരു ശതമാനം വൈദികർക്ക് ആദ്യം മുതൽ തന്നെ എതിർപ്പായിരുന്നു. ആ എതിർപ്പിനെ തുടർന്നാണ് പല സംഭവവാസങ്ങളും അവിടെ അരങ്ങേറുന്നതിന് ഇടയായത്. കാരണം കഴിഞ്ഞ 2022 ഡിസംബർ 16-ാം തീയതിയാണ് എന്നെ അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചുകൊണ്ടുള്ള നിയമന പത്തേന്തി അഭിവന്യ മാർ ആൻഡ്രൂസ് പിതാവ് എനിക്ക് കൈമാറിയത്. അത് ഉടൻ പ്രാബല്യത്തിൽ വരത്തക്ക രീതിയിലാണ് എനിക്ക് നൽകിയത്. എൻ്റെ നിയമന പത്തേന്തിയുടെ കോപ്പി ബസിലിക്കയുടെ വികാരിയായ മോൺസിഞ്ഞോർ ആൻ്റണി നരികുളത്തിന് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, എന്നെ അഡ്മിനിസ്ട്രേറ്ററായി നിയമിക്കുമ്പോൾ ഒരു വികാരിയുടെ പൂർണ്ണ അധികാരത്തോടെയാണ് എന്നെ നിയമിച്ചിരിക്കുന്നത്. മോൺസിഞ്ഞോർ ആൻ്റണി നരികുളത്തിന് ഉണ്ടായിരുന്ന എല്ലാ അധികാരങ്ങളും അദ്ദേഹത്തിൽ നിന്ന് നീക്കം ചെയ്ത് എന്നിൽ നിക്ഷിപ്തമാക്കാനുണ്ടായത്. ഈ കാര്യത്തെ സംബന്ധിച്ച് വളരെ വിശദമായിട്ടുള്ള അറിയിപ്പ് നരികുളം അച്ഛന് ആൻഡ്രൂസ് പിതാവ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ കോപ്പി എനിക്കും തന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ആണ് ഞാൻ ഡിസംബർ 19-ാം തീയതിയാണ്
എറണാകുളം സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയുടെ അഡ്മിനിസ്ട്രേറ്ററായി ചുമതല ഏറ്റെടുത്തത്. ഞാൻ ചുമതല ഏൽക്കുന്നതിന് മുമ്പ് ചില നിയമപരമായ നടപടിക്രമങ്ങൾ ചെയ്യേണ്ടതായിട്ട് ഉണ്ടായിരുന്നു. അതായത് ഈ ബസിലിക്ക പള്ളിയുടെ ഗേറ്റിൻ്റെ താക്കോല് പോലീസിൻ്റെ കൈവശമായിരുന്നു. ആ പോലീസിൻ്റെ കൈവശത്തിൽ നിന്ന് എനിക്കത് ലഭിക്കാനായിട്ട് ഞാൻ പോലീസ് അസിസ്റ്റൻ്റ് കമ്മീഷണർക്ക്, എറണാകുളം അസിസ്റ്റൻ്റ് കമ്മീഷണർക്ക് ഒരു അപേക്ഷ കൊടുത്തു. അപേക്ഷയോടൊപ്പം എന്നെ അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചുകൊണ്ടുള്ള ആ കൽപ്പനയുടെ കോപ്പിയും അദ്ദേഹത്തിന് കൈമാറി. പിന്നെ ഞാനാണ് ഓതറൈസ്ഡ് പേഴ്സൺ എന്ന് കാണിച്ചുകൊണ്ടുള്ള അഭിവന്യ പിതാവിൻ്റെ ഒരു ലെറ്ററും അദ്ദേഹത്തിന് കൈമാറി. അതും കൂടാതെ ഒരു സംഘർഷത്തിൻ്റെ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷയും ഞാൻ കമ്മീഷണർക്ക് കൊടുത്തു. അത് ഡിസംബർ 18-ാം തീയതിയാണ് ഞാൻ കൊടുത്തത്. അന്ന് തന്നെ താക്കോല് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ അത് കൊടുത്തത്. പക്ഷേ അന്ന് പോലീസിന് അവർക്ക് ഔദ്യോഗികമായ തിരക്ക് കാരണം അന്ന് സാധിച്ചില്ല. പിറ്റേ ദിവസം രാവിലെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. പിറ്റേ ദിവസം രാവിലെ അവർ പറഞ്ഞു അന്ന് 19-ാം തീയതി വൈകിട്ട് 7 മണിക്ക് എന്നെ വരാൻ പറഞ്ഞു. അപ്പോൾ 7 മണിക്ക് ഞാനും എൻ്റെ കൂടെ ഒരു അഡ്വക്കേറ്റിനെ ഞാൻ കൂട്ടിയിരുന്നു. ആ അഡ്വക്കേറ്റിൻ്റെ കൂടെ ഞാനും കമ്മീഷണർ ഓഫീസിൽ ചെന്നിരുന്നു. അപ്പോൾ അസിസ്റ്റൻ്റ് പോലീസ് കമ്മീഷണർ ബസിലിക്കയിലെ 2 കൈക്കാരന്മാരെയും ഇടവകാംഗങ്ങളായ 2 പേരെയും പ്രത്യേകമായി വിളിച്ചു വരുത്തിയിരുന്നു. അതിൽ ഒരു കൈക്കാരൻ മാത്രമാണ് അന്ന് വന്നത്. അഡ്വക്കേറ്റ് ബെന്നി ജോസഫ് മണവാളൻ, അദ്ദേഹമാണ് അന്ന് വന്നത്. മറുഭാഗത്തു നിന്ന് ഇടവകാംഗങ്ങളായിട്ടുള്ള 2 പേര് വന്നിരുന്നു. അവരുടെ സാന്നിധ്യത്തിൽ അസിസ്റ്റന്റ് കമ്മീഷണർ ചോദിച്ചു, ഈ താക്കോല് ഞങ്ങൾക്ക് അധികകാലം കൈവശം വയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ താക്കോല് അച്ഛൻ നൽകിയ ആധികാരികമായ ഡോക്യുമെൻ്റിൻ്റെ അടിസ്ഥാനത്തിൽ അച്ഛന് കൈമാറുന്നതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ കൈക്കാരൻ പറഞ്ഞു, അച്ഛനാണ് ഇനി അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലയിൽ ഈ സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയുടെ അധികാരി. അതുകൊണ്ട് അദ്ദേഹത്തിന് കൈമാറുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന് പറഞ്ഞു. മറ്റേ ഇടവാങ്ങളും പറഞ്ഞു എതിർപ്പില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ കൈവശം താക്കോല് തന്നത്. താക്കോല് കിട്ടിയ ഉടനെ ഞാൻ മോൺസിഞ്ഞോർ ആൻ്റണി നരികുളത്തെ വിളിച്ചു. അദ്ദേഹം ഒരു കുടുംബയോഗത്തിലായിരുന്നു. അദ്ദേഹം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനിവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എന്നെ കാത്ത് ഞാൻ അവിടെ ഇരുന്നു. അങ്ങനെ അദ്ദേഹം എന്നെ വന്ന ശേഷം അദ്ദേഹവുമായിട്ട് 1 മണിക്കൂറോളം ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ മുറിയിലിരുന്ന് വളരെ സ്നേഹത്തോടെ സൗഹൃദത്തോടെ സംസാരിച്ചു. എൻ്റെ നിയമനത്തിൻ്റെ സാഹചര്യങ്ങളും ഉദ്ദേശങ്ങളും വികാരി അച്ഛൻ എന്നുള്ള നിലയിലുള്ള പൂർണ്ണ ഉത്തരവാദിത്വം, അധികാരാവകാശങ്ങളുടെ നിയമിച്ച കാര്യങ്ങളെല്ലാം ഞങ്ങൾ സൗഹൃദം പറഞ്ഞു. എനിക്ക് കിട്ടിയ ആ ഒരു കൽപ്പനയനുസരിച്ച് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അങ്ങനെ സൗഹൃദപൂർവ്വം ഞങ്ങൾ 1 മണിക്കൂറോളം സംസാരിച്ച് ആണ് ഞങ്ങളത് പിരിഞ്ഞത്. അതേ തുടർന്ന് ഞാൻ 2 അവിടുത്തെ സഹവികാരിമാരെ ഞാൻ അവിടെ തന്നെ വിളിച്ചു വരുത്തി. അവിടെ തന്നെയുള്ള റീഡിംഗ് റൂമിൽ വിളിച്ചു വരുത്തി. അവരോട് ഞാൻ ചോദിച്ചു, അവരുടെ നിങ്ങളുടെ നിലപാട് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ അതിരൂപതയുടെ പോളിസിയ ജനാഭിമുഖ കുർബാന മാത്രമേ ഞങ്ങൾ ചെല്ലുകയുള്ളൂ എന്ന് പറഞ്ഞു. ശരി, ഓക്കെ എന്ന് ഞാൻ പറഞ്ഞു. തുടർന്ന് ഞാൻ പറഞ്ഞു, എന്നെ നിയമിച്ചതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്കറിയാമല്ലോ. എനിക്ക് ഏകീകൃത കുർബാന ഇവിടെ നടപ്പാക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ആ ഒരു ലക്ഷ്യം എനിക്ക് നിർവഹിക്കണം. അതുകൊണ്ട് നാളെ 20-ാം തീയതി മുതൽ ഞാൻ ബസിലിക്കയിലെ എല്ലാ കുർബാനകളും അത് സമ്പൂർണ്ണ സിനഡ് അംഗീകരിച്ച ഏകീകൃത കുർബാനയായിരിക്കും. അപ്പം നാളെ രാവിലെ 6:30-ക്കുള്ള കുർബാന ഞാനായിരിക്കും എന്നെ അർപ്പിക്കുക എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ ഞാനോ അല്ലെങ്കിൽ ഞാൻ നിയോഗിക്കുന്ന അച്ഛന്മാരോ ആയിരിക്കും ഇവിടെ കുർബാന അർപ്പിക്കുക എന്ന് പറഞ്ഞു. നിങ്ങൾ എവിടേക്കാണ് കുർബാന എല്ലാം പോകുന്നത് ചോദിച്ചു. അവർ മോൺസിഞ്ഞോർ നരികുളം അച്ഛൻ സെമിത്തേരിയിൽ രാവിലെ 8 മണിക്ക് കുർബാനയ്ക്ക് പോകാറുണ്ട്. ഒരാൾ വടുതല സേക്രഡ് ഹാർട്ട് പള്ളിയിൽ പോകാറുണ്ട്. പിന്നെ ഒരാൾ കോൺവെൻറ്റിലോ
ചിലപ്പോൾ ഇവിടെയും പള്ളിയിലൊക്കെ ആയിട്ടാണ് ചെല്ലുന്നത്. അപ്പം നിങ്ങളിപ്പോൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ എങ്ങനെയാണോ കുർബാന അർപ്പിക്കുന്നത് അതുപോലെയൊക്കെ നിങ്ങൾ ചെയ്യുക. ഞാനിപ്പോൾ ബസിലിക്കയുടെ കാര്യത്തിൽ മാത്രമേ ശ്രദ്ധ വയ്ക്കുന്നുള്ളൂ. അതുകൊണ്ട് നാളെ 6:30 കുർബാന ഞാനായിരിക്കും ചെല്ലുന്നത്. അത് ഏകീകൃത കുർബാനയായിരിക്കും ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു പിരിഞ്ഞ് ഉടനെ തന്നെ ഞാൻ അൾത്താര ശുശ്രൂഷകനെ വിളിച്ചു. കപ്പിയാർ ജോസിനെ വിളിച്ചു. പിന്നെ ജോസാണെങ്കിൽ എൻ്റെ നേരത്തെ ഒരു ഓൾട്ടർ ബോയ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ തുതിയൂരാണ് ഇടവക. അവിടെ ഒരു 4 മാസം ഞാൻ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ യോട് വിവരം പറഞ്ഞു, നാളെ 6:30 കുർബാന ഞാനാണ് ചെല്ലുന്നത്, ഏകീകൃത കുർബാനയായിരിക്കും, അതിനുള്ള സജ്ജീകരണം ചെയ്യണമെന്ന് പറഞ്ഞു. അതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എനിക്ക് മുറി കാണിച്ചു തന്നു. എൻ്റെ മുറിയിലേക്ക് ഞാൻ പോയി. ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ മൊബൈലൊന്ന് വെറുതെ ഒന്ന് നോക്കിയപ്പോൾ ഒരു വോയിസ് മെസ്സേജ് ശ്രദ്ധിക്കാനിടയായി. ആ വോയിസ് മെസ്സേജിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, നാളെ രാവിലെ എന്നെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കുകയില്ലെന്നും എന്നെ ആരോ തടയുമെന്നും ഒക്കെയുള്ള സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു ശബ്ദ സന്ദേശമായിരുന്നു. അപ്പോൾ ഞാനത് കേട്ട് ഞാൻ ഉറങ്ങി. 4:30 മണിക്ക് പിറ്റേന്ന് 20-ാം തീയതി രാവിലെ എഴുന്നേറ്റു. 5:30 മണിക്ക് ഞാൻ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. താഴേക്ക് ലിഫ്റ്റ് വഴി ഗ്രൗണ്ട് ഫ്ലോറിലെത്തി. താഴേക്ക് പള്ളിയിലേക്ക് പോകാൻ നേരത്ത് 2 ചെറുപ്പക്കാരായ അച്ഛന്മാർ മേടയിലേക്ക് കയറി വരുന്നതായി ഞാൻ കണ്ടു. അവർ അല്പം ഇരുട്ടായതുകൊണ്ട് അവരാരാന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അവരെ കവർ ചെയ്ത് പോകുമ്പോൾ അരമന വളപ്പിൽ നിന്ന് 3 അച്ഛന്മാർ ഗേറ്റ് കടന്ന് ഇപ്പുറത്തേക്ക് നീങ്ങുന്നതായിട്ട് കണ്ടു. അപ്പോൾ എനിക്ക് ആ തലേ ദിവസം കേട്ട ശബ്ദ സന്ദേശത്തിൻ്റെ ഒരു പ്രാവർത്തികമാക്കുന്നതാണോ എന്നൊരു സംശയം എൻ്റെ മനസ്സിലുണ്ടായി. ഞാനതൊന്നും ഗൗനിക്കാതെ പള്ളിയിലേക്ക് പോയി. പള്ളിക്കകത്ത് കയറി നീലറിലും മുട്ടുകുത്തി കുർബാനയ്ക്കുള്ള ഒരുക്ക പ്രാർത്ഥനയിലായിരുന്നു. അപ്പോൾ കപ്പേര് കുർബാനയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തു വരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ അച്ഛന്മാർ നിരനിരയായിട്ട് ഇങ്ങനെ പള്ളിയുടെ അകത്തേക്ക് പ്രവേശിച്ച് സങ്കീർത്തിയിലേക്ക് വരികയാണ്. ഈ അച്ഛന്മാരെന്തിനാ ഈ സമയത്ത് ഇത് എവിടെ നിന്ന് വന്നു, എന്തിനാ ഇവിടെ ഇപ്പോൾ വരേണ്ട കാര്യം എന്താണ്? എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അച്ഛന്മാരാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അച്ഛന്മാരാണ്. ഈ പള്ളിയിലെ അച്ഛന്മാരല്ല. പുറമേ പല സ്ഥാപനങ്ങളിലും ഇടവുകളിലും ജോലി ചെയ്യുന്ന അച്ഛന്മാരാണ്. അവരെന്തിനാ ഈ സമയത്ത് കയറി വരുന്നത് എനിക്ക് സംശയം വന്നു. അവരെല്ലാവരും സങ്കീർത്തി മുറിയിലേക്ക് വന്നു. ഞാൻ സങ്കീർത്തി മുറിയിലേക്ക് പെട്ടെന്ന് ചെന്നു. അവരെല്ലാവരും കൂടെ എന്നെ വളഞ്ഞു. എല്ലാവരും കൂടെ പൊതിഞ്ഞു നിന്നിട്ട് അവർ പറഞ്ഞു, അച്ഛൻ ഞങ്ങളുടെ ഗുരുവാണ്, അച്ഛന് ഈ രൂപതാംഗമാണ് അച്ഛൻ, ഈ രൂപതയിലെ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങളെക്കാൾ കൂടുതൽ അച്ഛന് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് അച്ഛൻ ഞങ്ങളോടൊപ്പം ജനാഭിമുഖ കുർബാന ചെല്ലണം എന്ന് പറഞ്ഞു. ഏകീകൃത കുർബാന ചെല്ലാൻ പാടില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇത് സങ്കീർത്തി മുറിയാണ്, ഇവിടെ തർക്കം ഉന്നയിക്കാനുള്ളൊരു വേദിയല്ലത്, അതുകൊണ്ട് നിങ്ങളുമായിട്ട് തർക്കിക്കാൻ ഞാനില്ല. എന്നെ നിയോഗിച്ചിരിക്കുന്നത് ഏകീകൃത കുർബാന ബസിലിക്ക പള്ളിയിൽ നടപ്പാക്കുക എന്നുള്ളതാണ്. അതാണ് എൻ്റെ മുന്നിലുള്ള പോംവഴി. അത് നടപ്പാക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അല്ലാണ്ട് നിങ്ങൾ പറയുന്ന ആവശ്യം അംഗീകരിക്കാനായിട്ട് എനിക്ക് സാധിക്കില്ലെന്ന് പറഞ്ഞ് ഞാനവിടെ ഇരുന്നു. അവർ പിന്നെയും എന്നെ നിർബന്ധിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് നേരത്തെ ഒരുക്കി നിർത്തിയിരുന്നത് പോലെ ഒരു പറ്റം ആളുകൾ സങ്കീർത്തത്തിൽ ഇരച്ചു വരികയാണ്. അൽമായർ അവർ പാരിഷ് കൗൺസിൽ അംഗങ്ങളാണെന്നാണ് അവർ പറഞ്ഞത്. അവരങ്ങനെ വരാൻ കാര്യം, ഈ ഡിസംബർ 17-ാം തീയതി റിന്യൂവൽ സെൻറ്ററിൽ വെച്ച് മോൺസിഞ്ഞോർ ആൻ്റണി നരികുളത്തിൻ്റെ അധ്യക്ഷതയിൽ അവിടുത്തെ പാരിഷ് കൗൺസിലിൽ ഒരു മീറ്റിംഗ് അടിയന്തരമായി വിളിച്ചു ചേർത്തായിരുന്നു. എൻ്റെ അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്തെ അംഗീകരിക്കാൻ പറ്റില്ലെന്നും അതുകൊണ്ട് എന്നെ ബഹിഷ്കരിക്കണമെന്നുള്ളൊരു പ്രമേയം തന്നെ പാസ്സാക്കി. ആ പ്രമേയം നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു 7 അംഗ അഡ്ഹോക്ക് കമ്മിറ്റിയെ പോലും അവർ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ആളുകൾ ഇവിടേക്ക് വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവർ വന്ന് എന്നെ അസഭ്യം പറയാൻ തുടങ്ങി. സങ്കീർത്തി മുറിയിലാണെന്ന് ഓർത്തോണം. അച്ഛന്മാർ തൊട്ടപ്പുറത്ത് നിൽക്കുന്നു. സങ്കീർത്തി മുറിയിൽ നിന്ന് അവർ അസഭ്യങ്ങൾ പറയുന്നു, ആക്രോശിക്കുന്നു, എന്നെ ഭീഷണിപ്പെടുത്തുന്നു, എൻ്റെ ജീവന് തന്നെ ഹാനികരമായ രീതിയിൽ അവർ പെരുമാറുന്നു. ഇവർ ഇങ്ങനെ ആക്രോശിക്കുമ്പോൾ തൊട്ടടുത്ത് ഇങ്ങനെ വൈദ്യുതി അവരെ തടയാൻ എന്തെങ്കിലുമൊക്കെ ശ്രമിക്കുന്നുണ്ടോ? ഈ ആളുകൾ അവിടെ നിന്ന് അസഭ്യങ്ങൾ തെറി പറയുമ്പോഴും ആക്രോശിക്കുമ്പോഴും ഈ അച്ഛന്മാർ അവരോടിത് ചെയ്യരുത്, നിങ്ങൾ സമാധാനത്തെ പിരിഞ്ഞു പോകണം, നമുക്കൊരു പരിഹാരമുണ്ടാക്കാം എന്ന് പോലും അച്ഛന്മാർ പറഞ്ഞില്ല. ഒരാൾ എന്നെ കൈ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് എൻ്റെ മൂവ്മെൻറ്റ് പോലും തടഞ്ഞു.
ആ സമയത്ത് അവിടെയുള്ള കൊച്ചച്ഛൻ്റെ മുഖ്യ ബിനോയ് പാണാട്ട് എന്ന് പറയുന്ന കൊച്ചച്ഛൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഈ അച്ഛന്മാരെല്ലാം ഊറാറ ധരിച്ച് സങ്കീർത്തിലേക്ക് മധുബഹയിലേക്ക് കയറി ജനാഭിമുഖ കുർബാന തുടങ്ങി. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, ഇത് നിയമവിരുദ്ധമാണ്, എൻ്റെ അനുമതിയില്ലാതെ ഇവർ നിയമവിരുദ്ധമാണ്. അപ്പോഴും ഇവരെന്നെ പേടിപ്പിക്കുകയാണ്, ഈ ആളുകൾ എന്നെ പേടിപ്പിക്കുകയാണ്. മറ്റേ മനുഷ്യരും അച്ഛനെ സപ്പോർട്ട് ചെയ്യാനില്ല, ആരും സപ്പോർട്ട് ചെയ്തില്ല. ഇപ്പോൾ എൻ്റെ കൂടെ എൻ്റെ അഡ്വക്കേറ്റ് കൂടെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇവർ ആരും ഒരു സപ്പോർട്ട് ചെയ്തില്ല. ഇവരെല്ലാം അച്ഛന്മാർ ഒരുക്കി നിർത്തിയിരുന്ന ആളുകളായിരുന്നു. എന്നെ പേടിപ്പിക്കാനും എന്നെ പിന്തിരിപ്പിക്കാനും വേണ്ടി ഇവർ നിയോഗിക്കപ്പെട്ടതായിരുന്നു. അവസാനം എൻ്റെ കൂടെ അഡ്വക്കേറ്റ് പോലീസിനെ വിളിച്ചു വരുത്തി. പോലീസിൻ്റെ അകമ്പടിയോടെയാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. പുറത്തേക്ക് അവിടെ കുറേ ചാനലുകാർ ഇപ്പോൾ ഉണ്ടായിരുന്നു. ആ ചാനലുകാർ എന്നോട് പല കാര്യങ്ങളും ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിനെല്ലാം ചാനലുകാർ ഏകദേശം ഏത് സമയത്താണ് അവിടെ കാണുന്നത്? ഞാനവിടെ ഇറങ്ങി വരുമ്പോൾ അവരെല്ലാവരും വന്നു. ഏഷ്യാനെറ്റുകാരൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. എനിക്ക് തോന്നുന്നത് ഒരു 6:45 6:40 6:45 തോന്നുന്നു. 6:30 കുർബാന. ഇവർ കയറിയല്ലോ. ഇവർ കയറി അധികം വൈകാതെ ഇവിടുന്ന് ഞാൻ പോലീസ് വന്നപ്പോൾ അവരുടെ കൂടെ പോയില്ല. 6:45 ആയപ്പോൾ ഇവിടെ താഴേക്ക് നിന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിനെല്ലാം ഉത്തരവാദി മോൺസിഞ്ഞൂർ ആൻ്റണി നെരുവളമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിലാണ് 17-ാം തീയതി കലൂർ റിന്യൂവൽ സെൻറ്ററിൽ ഈ മീറ്റിംഗ് കൂടി എന്നെ ബഹിഷ്കരിക്കാൻ തീരുമാനമെടുത്തത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ നാടകങ്ങളെല്ലാം ഇവിടെ വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഉത്തരവാദി എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ മുറിയിലേക്ക് പോയി. ഈ ആളുകൾ എന്ത് ചെയ്തു? ഈ ആളുകൾ പിന്നീട് ഈ കുർബാനയിൽ പങ്കെടുത്ത ശേഷം എൻ്റെ മുറിയിലേക്ക് അരച്ചു വന്നു. അവിടെ വന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി, ചീത്ത പറയാൻ തുടങ്ങി. കരിയിലൊഴിക്കുമെന്ന് പറഞ്ഞു. പിന്നെ അവരുടെ എൻ്റെ ബാഗും എല്ലാം എടുത്ത് ഇപ്പോൾ എത്രയും വേഗം സ്ഥലം വിട്ടോണമെന്ന് പറഞ്ഞു. പുറത്ത് കിടന്ന കസേരകളും മേശകളും എല്ലാം പെറുക്കി എൻ്റെ അകത്തേക്ക് എൻ്റെ ഒരു ബന്ധവസ്ഥയിലാക്കി. 1.5 മണിക്കൂറോളം എന്നെ അവിടെ ബന്ധവസ്ഥയിലാക്കി നിർത്തി. അപ്പോൾ പുറമേ നിന്ന് മറ്റിടവുകളിൽ നിന്നൊക്കെ ആളുകൾ വന്ന് അവരെ കൊണ്ടൊക്കെ തെറി പറയിക്കാൻ തുടങ്ങി. ഞാൻ ഞങ്ങളൊക്കെ ഒറ്റ തന്തയ്ക്ക് പിറന്നവനാണെന്നും താൻ ഒരു തന്തയ്ക്ക് പിറന്നവനല്ലെന്നൊക്കെ പറഞ്ഞ് അത്ര വരെ എന്നെ ആക്രോശിച്ചു. അസഭ്യങ്ങൾ തന്നെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ കരിയോയിലൊഴിച്ചാലും പെട്രോൾ ഒഴിച്ചാലും എൻ്റെ കാഴ്ചപ്പാടുകളും എൻ്റെ ബോധ്യങ്ങളും എൻ്റെ സ്വാതന്ത്ര്യവും ഞാൻ നിങ്ങൾക്ക് ആർക്കും പണയം വെക്കുകയില്ല. അതെൻ്റെ സ്വന്തമായിരിക്കും. നിങ്ങൾ എത്രമാത്രം ബഹളം വെച്ചാലും ഞാൻ നിങ്ങൾക്ക് കീഴടങ്ങുന്ന പ്രശ്നമില്ലെന്ന് പറഞ്ഞു. എനിക്ക് നല്ല ബോധ്യത്തോടെ ഞാനിവിടെ ഇരിക്കുന്നത്. നിങ്ങളെന്തെല്ലാം ചെയ്തു, പക്ഷേ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ സംഭവങ്ങൾ മാറുമെന്ന് അതും പറഞ്ഞു. ആ കൂട്ടം പറഞ്ഞു. അങ്ങനെ 1.5 മണിക്കൂർ അവർ പിന്നെ വീണ്ടും പോയി. പിന്നീടും വൈകുന്നേരം വരും, വീണ്ടും ഇതേ നാടകം തന്നെ, പല ആളുകളും. അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം വന്നപ്പോൾ പ്രസന്നപുരം പള്ളിയിലെ നമ്മുടെ സെലസ്റ്റിൻ ചെക്കലച്ഛനെ എതിരെ ഒത്തിരിയേറെ ഭീഷണി മുഴക്കിയ ഒരു ജോണി കൂട്ടാല എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, രാഷ്ട്രീയക്കാരനാണ്, കോൺഗ്രസ് രാഷ്ട്രീയക്കാരനാണ്. അയാൾ അവനെ അടിക്കാൻ ഓങ്ങി. പക്ഷേ അത് കൂടെ നിന്നവർ തടുത്തുകൊണ്ട് അടികൊണ്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ 20-ാം തീയതി 21-ാം തീയതി 22-ാം തീയതി ഇതേ നാടകം തന്നെ തുടർന്നു. ഈ ദിവസങ്ങളിലൊക്കെ കുർബാന അർപ്പിക്കപ്പെട്ടിരുന്നോ ബസിലിക്കയിൽ? അതായത് 20-ാം തീയതി അച്ഛന്മാർ എൻ്റെ അനുമതിയില്ലാതെ കുർബാന തുടങ്ങിക്കഴിഞ്ഞ പിന്നെ അവർ പള്ളി മുഴുവൻ കസ്റ്റഡിയിലാക്കി, നിയന്ത്രണത്തിലാക്കി. കപ്പേരോട് പറഞ്ഞു, നീ നിൽക്കണ്ട, ഞങ്ങളെല്ലാം ചെയ്തോളാം. താക്കോല് ഈ കൊച്ചന്മാർ അവരുടെ നിന്ന് വാങ്ങിച്ചു. അങ്ങനെ താക്കോല് വാങ്ങിച്ച് അവർ അവരുടേതായ അച്ഛന്മാരെന്നെ കീഴടക്കി. അവർ കുർബാനയായി, ആരാധനയായി, കൊന്തയായി, കുരിശിൻ്റെ വഴിയായി, പാട്ടായി, പ്രാർത്ഥനയായി, ഇങ്ങനെ ഒത്തിരിയേറെ ശുശ്രൂഷകൾ ഇങ്ങനെ നിർബാധം ചെയ്തുകൊണ്ടിരിക്കുക. ആളുകളില്ല. കുറച്ച് ആളുകൾ ബെഞ്ചിലായിരിപ്പുണ്ട്. ഇങ്ങനെ തുടരുകയാണ്. ഞാനൊന്നും അനങ്ങിയില്ല. ഞാൻ കപ്പ്യാരോട് അന്ന് പറഞ്ഞു, രാത്രിയിൽ നീ നാളെ രാവിലെ വരുമ്പോൾ പള്ളി പൂട്ടിയാണ് കിടക്കുന്നതെങ്കിൽ ആ താക്കോല് കൊച്ചന്മാരിൽ നിന്ന് വാങ്ങിച്ച് എൻ്റെ കയ്യിലേക്ക് തരണം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ 5:30 വന്നപ്പോൾ എന്നെ ഫോൺ ചെയ്തു കപ്പ്യാർ. പക്ഷേ പള്ളി തുറന്ന് കിടക്കണം, അച്ഛന്മാർ 4-5 പേര് അകത്തുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ ഈ ഭീഷണിയൊക്കെ തുടർന്നപ്പോഴാണ് ഞാൻ ഈ അച്ഛന്മാർക്കെതിരെയും ഈ അൽമായർക്കെതിരെയും ഞാൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ കേസ് ഫയൽ ചെയ്തു, പരാതി കൊടുത്തു. ഇത്രയും ഭീഷണികൾ അച്ഛന് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, ജീവൻ വരെ ഭീഷണിയാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. അതെ. അങ്ങനെ ഭീഷണി വന്നപ്പോഴാണ് ഞാൻ പരാതി കൊടുത്തത്. പരാതി വിളിച്ചതിൽ പോലീസുകാർ വന്ന് എൻ്റെ മൊഴിയെടുത്തു.
സങ്കീർത്തി പോയി മഹസർ തയ്യാറാക്കി, FIR ഇട്ടു. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ആ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട്. അതേ തുടർന്നാണ് പിന്നെ ഹൈക്കോടതിയിലേക്ക് ഞാൻ നീങ്ങിയത്. ഒരു പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഹൈക്കോടതിയുടെ ഒരു അനുകൂലമായ ഉത്തരവുണ്ടാകാൻ വേണ്ടി ഞാൻ ഹൈക്കോടതിയിൽ കൊടുത്തു. അങ്ങനെ ഹൈക്കോടതിയിൽ നിന്ന് എനിക്ക് പിന്നെ പോലീസ് പ്രൊട്ടക്ഷൻ കിട്ടി. ആ പ്രൊട്ടക്ഷൻ കിട്ടിയ ദിവസം തന്നെ ഞാൻ ഈ ബസിലിക്കയിൽ നിന്ന് അരമനയിലേക്കുള്ള വാതിൽ ഞാൻ ആദ്യമായിട്ട് പൂട്ടി. കാരണം അപ്പുറത്തു നിന്നാണ് ഭീഷണി വരുന്നത്. അവിടെ നിന്നാണ് ആളുകളും അച്ഛന്മാരായാലും ആളുകളായാലും വന്ന് എന്നെ ഭീഷണിപ്പെടും. അതുകൊണ്ട് എൻ്റെ സുരക്ഷയ്ക്ക് അത് ഭീഷണിയാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാനത് പുതിയ താഴും താക്കോലും വാങ്ങിച്ച് പൂട്ടി. അതിൻ്റെ താക്കോൽ ഇപ്പോഴും എൻ്റെ കയ്യിൽ തന്നെയാണ്. എന്നിട്ട് മോൺസിഞ്ഞോർ നരികളും അച്ഛനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാനത് പൂട്ടി, അതുകൊണ്ട് അച്ഛൻ ഇനി പുറത്തേക്ക് അവിടേക്ക് അരമനയ്ക്ക് പോകുന്നെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി പോകേണ്ടി വരും എന്ന് ഞാൻ പറയുകയും ചെയ്തു. അപ്പോൾ അതേ തുടർന്ന് പിന്നെ പോലീസ് പ്രൊട്ടക്ഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം 22-ാം തീയതി കിട്ടി. 23-ാം തീയതി ഉച്ച കഴിഞ്ഞിട്ട് ഒരു 4:30 മണിയായപ്പോൾ 2 കൊച്ചന്മാരെ ഞാൻ മുറിയിലേക്ക് വിളിപ്പിച്ചു. അവരോട് ഞാൻ പറഞ്ഞു, ഈ പള്ളിയുടെ താക്കോൽ ആരുടെയിലാന്ന് ചോദിച്ചു. ഞങ്ങളേലാണ്. എന്നാൽ താക്കോൽ വേഗം എൻ്റെ കയ്യിൽ കൊണ്ടുതരാൻ പറഞ്ഞു. ഇപ്പോൾ ഈ കഴിഞ്ഞ 20-ാം തീയതി മുതൽ ഇതുവരെ നടന്നു വരുന്ന എല്ലാം അനധികൃതമായ ശുശ്രൂഷകളാണ്, എൻ്റെ അനുമതി ഇല്ലാതെയാണ്. ഇങ്ങനെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് 5 മണിക്ക് ഞാൻ പള്ളിയിലേക്ക് വരും. അപ്പോൾ പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞ് പിന്നെ അവിടെ ശുശ്രൂഷ എന്തായാലും ഞാനത് സ്റ്റോപ്പ് ചെയ്യും. 6 മണിക്ക് ഞാൻ കുർബാനയില്ലും എന്ന് പറഞ്ഞു. അങ്ങനെ അവർ താക്കോൽ കൊണ്ട് തന്നു. ഞാൻ അവരോട് ഈ കാര്യം പറഞ്ഞു. 5 ആയപ്പോഴാണ് ഞാൻ മുറിയിൽ നിന്ന് അവിടെ ചെന്നപ്പോൾ എന്നെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 3 അച്ഛന്മാർ കുർബാന ആരംഭിക്കുന്നു. 3 അച്ഛന്മാർ. സണ്ണി കളപ്പുരയ്ക്കലാണ് മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. പിന്നെ ഒരു ജോസ് ചോലിക്കര അശോകരം പള്ളി വികാരി, പിന്നെ ഒരു ജോസ് കുരീക്കൽ ഒരു സീനിയറായിട്ടുള്ള ഒരു അച്ഛനാണ്. അവർ 3 പേരും കുർബാന ചൊല്ലുന്നു. ഞാൻ അവിടെ ആചാരം ചെയ്തിട്ട് സങ്കീർത്തിലേക്ക് പോയിരുന്നു. എന്നിട്ട് കപ്പ്യാരോട് പറഞ്ഞു, ഈ കുർബാന കഴിഞ്ഞ് അടുത്ത കുർബാന ഞാനായിരിക്കും ചെല്ലുന്നത്, അതിനുള്ള സജ്ജീകരണം ചെയ്യണം. അതിന് മുമ്പായിട്ട് 20-ാം തീയതി തന്നെ ഇവർ ബേമ എല്ലാം കൂടി പിടിച്ചു മാറ്റി. അവിടെ നിന്ന് ബേമ എല്ലാം പിടിച്ചു മാറ്റി മണിമാളികയുടെ മുകളിൽ കൊണ്ട് ഇട്ടു. 23-ന് അച്ഛൻ പള്ളി ചെല്ലുമ്പോൾ ബേമയില്ല. 20-ാം തീയതി തന്നെ അവർ ബേമ എല്ലായിടത്തും മാറ്റി. അതും ഞാൻ കൊച്ചമ്മയോട് പറഞ്ഞിരുന്നു, നിങ്ങൾ അന്ന് മാറ്റിയ ബേമ ഇവിടെ കൊണ്ട് ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളല്ല മാറ്റിയത്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളല്ലെങ്കിലും നിങ്ങൾക്കറിയാമല്ലോ ആരാ മാറ്റിയെന്ന്. അവരെ കൊണ്ട് ബേമ ഇടിക്കണമെന്നും ഞാൻ നിർദ്ദേശം കൊടുത്തിരുന്നു. ബേമ അവരിട്ടില്ല. കപ്പേരോട് ഞാൻ പറഞ്ഞു, അത് ആരെക്കൊണ്ട് ഇടിക്കാമെന്ന് പറഞ്ഞു. ആ കുർബാന കഴിഞ്ഞിട്ട് ഞാൻ ഇത് തീരാറായപ്പോൾ വിശുദ്ധീകരണത്തിന് ബലിപീഠമെന്നുള്ള സമാപന ആശീർവാദത്തിന് ശേഷമുള്ള ആ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ ഞാൻ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് മദ്ബഹയിലേക്ക് കയറി ആചാരം ചെയ്തു. എന്നെ കണ്ടതോടുകൂടി ഈ അച്ഛന്മാർ തന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും അടുത്ത കുർബാന തുടങ്ങി. അവർ തന്നെ അവിടെ നിന്നുകൊണ്ട് കുർബാനയാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഇത് എൻ്റെ അനുമതിയില്ലാതെ നിങ്ങൾ നടത്തുന്ന ഒരു അനധികൃത കുർബാനയാണ്, അത് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. അവർ സ്റ്റോപ്പ് ചെയ്തില്ല. അത് സ്റ്റോപ്പ് ചെയ്യാൻ കൂട്ടാക്കിയില്ല. അവരിങ്ങനെ തുടർന്നു. അച്ഛൻ ഏറ്റവും തുടക്കത്തിലാണ് ഈ കൈ വിരിച്ച് അങ്ങനെ പറഞ്ഞത്. ഒരു പ്രചരിക്കുന്ന ഒരു പിക്ചർ ഉണ്ട്, അത് അച്ഛൻ അവരിൽ നിന്ന് കുർബാന തടസ്സപ്പെടുത്തി എന്നൊക്കെ രീതിയിലൊക്കെയാണ്. ഞാൻ തടസ്സപ്പെടുത്തുകയല്ല, ഞാൻ കുർബാന എല്ലാം ചെന്നപ്പോൾ അവരുടെ കുർബാന കഴിഞ്ഞല്ലോ. അപ്പോൾ അടുത്ത കുർബാന ചെല്ലാനുള്ള ഒരുക്കത്തിനാണ് ഞാൻ അങ്ങോട്ട് ചെന്നത്. അപ്പോൾ എന്നെ കണ്ടുകൂടി അവരാണ് കുർബാന എന്നെ തടസ്സപ്പെടുത്തിയത്. അവരാണ് എന്നെ തടസ്സപ്പെടുത്തിയത്. ഞാൻ കുർബാന ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ വീണ്ടും അവിടെ തന്നെ നിന്ന് കുർബാന ഇല്ലയാണ്. അതിൻ്റെ ആവശ്യം എന്തായിരുന്നു? അവിടെ വല്ല പെരുന്നാൾ പോലും ഉണ്ടായിരുന്നു? ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അവരെന്നെ തടസ്സപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, നിങ്ങൾ അനുമതിയില്ലാതെ കുർബാനയാണെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. സ്റ്റോപ്പ് ചെയ്തില്ല. അവരങ്ങ് കുർബാന തുടർന്നു. ഞാൻ അവിടെ തന്നെ നിന്നു. പിന്നെ എൻ്റെ മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ കർത്താൻ സമർപ്പിച്ചും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞാനവിടെ തന്നെ നിന്നു. ആ കുർബാന മധ്യയെ സണ്ണി കളപ്പുരയ്ക്കലച്ഛൻ സുവിശേഷം വായിച്ച് പറഞ്ഞ പ്രസംഗം വിഷം ചീറ്റുന്ന ഒരു പ്രസംഗമായിരുന്നു. കാരണം ഒരു മദ്ബഹയിൽ നിന്നുകൊണ്ട് സുവിശേഷവാനിക്ക് ശേഷം എന്നെ പേരെടുത്ത് ആക്ഷേപിച്ചുകൊണ്ട് ഞാൻ ഈ രൂപതയിലെ പല വൈദികർക്കെതിരായും ഒത്തിരിയേറെ തെറ്റുകൾ ചെയ്തു എന്ന് ആരോപിച്ചുകൊണ്ടുള്ള ആരോപണ ശരങ്ങൾ ഉയർത്തുകൊണ്ടുള്ള ഒരു വിഷം ചീറ്റുന്ന പ്രസംഗമായിരുന്നു. ഈ അവിടെ കുറേ ആളുകളുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ വെളിയത്തുണ്ടായിരുന്നല്ലോ.
അപ്പോൾ ഇതൊക്കെ ഈ പ്രസംഗം കഴിഞ്ഞ് ഞാനൊന്നും മിണ്ടിയില്ല, ഞാനവിടെ തന്നെ നിന്ന് കേട്ടു. ഈ സമയത്ത് എൻ്റെ പിന്നിൽ ജനങ്ങൾ 2 വിഭാഗമായിട്ട് തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറിയായി, ബഹളമായി, വാഗ്വാദങ്ങളായി, ഭയങ്കര ബഹളമാണ്. ആ ബഹളം ഇങ്ങനെ വിടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ബഹളത്തിനിടയിൽ അതിനിടയ്ക്ക് കറണ്ട് പോയി, ആരോ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തു, പിന്നെ കറണ്ട് പോയി. അച്ഛൻ്റെ അറിവോടെയൊന്നും അല്ല. ഇല്ലില്ല, ഞാൻ അറിയുന്നില്ലല്ലോ, ഞാൻ അവിടെ നിൽക്കുകയല്ലേ, ഞാൻ എങ്ങനെ അറിയണം? എങ്ങനെയാണ്? സങ്കീർത്തി ആരോ പൂട്ടിയിരിക്കുന്നു, അതാരോ പൂട്ടി ഞാൻ കണ്ടില്ല. സങ്കീർത്തിയും പൂട്ടി, ലൈറ്റും പോയി. ഇവിടെ നിന്ന് കുർബാന തുടരുന്നു. മെഴുതിരി വെളിച്ചത്തിലും ഈ നമ്മുടെ മൊബൈലിലെ ലൈറ്റിൻ്റെ വെളിച്ചത്തിലുമൊക്കെ അവിടെ ചെല്ലിയാണ്. അങ്ങനെ ചെല്ലി കഴിഞ്ഞ് ഈ കുർബാന കഴിഞ്ഞെങ്കിലും ഇവർ മാറും എനിക്ക് അടുത്ത കുർബാന ചെല്ലാൻ പറ്റും. അപ്പോൾ ഇവിടെ ഭയങ്കര ബഹളമാണ്. അടുത്ത കുർബാന, ഈ കുർബാന കഴിഞ്ഞിട്ടും വേറെ അതിലെ ഒരച്ഛൻ മാറി വേറെ അച്ഛൻ മെയിൻ സ്ലിപ്പറിനായിട്ട് വേറെ 2 അച്ഛന്മാരും കൂടി വെസ്റ്റ് ചെയ്ത് വന്ന് അവർ കുർബാന തുടരുകയാണ്. ഒരു മാരത്തോൺ പോലെ, ഒരു റിലേ റേസ് പോലെ കുർബാനയിലാണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ ആളുകൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് കുർബാന ചെല്ലുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് കുർബാന ചെല്ലുന്നത്? കുർബാന സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു, ഇത് സേറ്റനിക് മാസാണ് എന്ന് ഇവർ ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ ഈ ബഹളത്തിനിടയിൽ പോലും ആൾ ചെല്ലുകയാണ്. അപ്പോൾ ഇത്രയും ബഹളങ്ങൾക്കിടയിൽ പോലും കുർബാന ചെല്ലുമ്പോൾ കുർബാന അവഹേളിക്കപ്പെടുമെന്നുള്ളത് നല്ല നിശ്ചയമുണ്ടായിരുന്ന ഈ അച്ഛന്മാർ മാത്രമായിരുന്നു. അച്ഛന്മാർക്ക് അറിയാമല്ലോ. അപ്പോൾ ഈ അച്ഛന്മാർ ഈ വെള്ളത്തിനിടയിൽ അവഹേളിക്കപ്പെടാനായിട്ട്, കുർബാന അവഹേളിക്കപ്പെട്ടാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം നേടണം, അതിന് എന്ത് മാർഗവും ഞങ്ങൾ അവലംബിക്കും എന്നുള്ള ദുശാഠ്യത്തോടു കൂടിയാണ് ഈ അച്ഛന്മാർ മാരത്തോണായിട്ട് കുർബാനയിൽ വരുന്നത്. അവരുടെ ഉദ്ദേശം 24-ാം തീയതി രാത്രിയിൽ ആലഞ്ചേരി പിതാവോ ആൻഡ്രൂസ് പിതാവോ കുർബാന അർപ്പിക്കാൻ വരും. അത് നടക്കാൻ ഇട കൊടുക്കാൻ പാടില്ല. അതുവരെ അച്ഛന്മാരെ അവിടുന്ന് ഇവിടുന്നൊക്കെ കൊണ്ടുവന്ന് തുടർച്ചയായിട്ട്. അപ്പോൾ ഈ കുർബാന കഴിഞ്ഞിട്ടും 2ാമത്തെ കുർബാന സമയത്തും ഞാൻ അവിടെ തന്നെ നിന്നു. അതിനിടയ്ക്ക് എനിക്ക് ആരോ കുടിക്കാൻ വെള്ളം കൊണ്ട് തന്നു, എനിക്ക് ഇരിക്കാനായിട്ട് കസേര കപ്പേര് കൊണ്ട് തന്നു. അപ്പോൾ വീണ്ടും ഞാൻ അവിടെ നിന്നു. ഈ കുർബാന കഴിഞ്ഞ് വീണ്ടും അച്ഛന്മാർ വന്ന് കുർബാനയിലപ്പം ഞാൻ അവിടെ നിന്നിട്ട് കാര്യമില്ല, ഞാൻ സങ്കീർത്തിലേക്ക് പോയിരുന്നു. സങ്കീർത്തി പൂട്ടിയിരിക്കുന്നു. അപ്പോൾ ആരോ വന്ന് മുറി തുറന്ന്, പോലീസ് 2 ഗാർഡുകളുണ്ടായിരുന്നു, അവരുടെ ഞാൻ അവിടെ ഇരിക്കുകയാണ്. പിന്നെ ഇവിടെ അകത്ത് നടന്ന സംഭവങ്ങൾ എനിക്ക് നേരിട്ട് കാണാൻ പാടില്ല, കേൾക്കാം. ഒച്ചപ്പാടും സ്ത്രീകളും പോലീസുകാർ കയറുന്നതൊക്കെ ശബ്ദം കേൾക്കാം. അങ്ങനെ രാത്രി മുഴുവൻ ബഹളമായിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് പിന്നെ അവർക്ക് സങ്കീർത്തി പൂട്ടിക്കൊണ്ടൊന്നും വീഞ്ഞില്ലെന്നും ഓസ്തിയിലെന്നൊക്കെ അവിടെ പിന്നെ പറയുന്നത് കേട്ടു. ഈ ആളുകൾ തന്നെ അച്ഛന്മാർ കുർബാന കഴിഞ്ഞിട്ട് കുർബാന ഉൾക്കൊള്ളുന്നില്ല, ജനങ്ങൾക്കും കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ തിരുരക്തവും ഉൾക്കൊള്ളുന്നില്ല. ആ പിന്നെ തിരുശരീരവും ആ തിരുരക്തവും തന്നെ വീണ്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ടാണ് ആളുകൾ ഉള്ള അറിവ്. ഞാൻ കണ്ടില്ല. കാരണം ആളുകൾ ഈ ആൾത്താരെ നിൽപ്പുണ്ട്, സ്ത്രീകളുണ്ട്, ആളുകളൊക്കെ ഉണ്ട്. അവരച്ഛന്മാർ ഉൾക്കൊള്ളുന്നവരെ കണ്ടില്ല, തിരുരക്തം ഉൾക്കൊള്ളുന്നവരെ കണ്ടില്ല. അതുകൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്ത ഓസ്തിയും വീഞ്ഞും തന്നെ വീണ്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു മഹാപാതകം അത് നടന്നിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു മഹാപാതകം, മഹറോൻ ശിക്ഷയ്ക്ക് അർഹതപ്പെട്ട ഒരു കാര്യമാണ് നടന്നിട്ടുണ്ടെങ്കിൽ. ഞാനത് കണ്ടിട്ടില്ല, അത് ആളുകൾ പറഞ്ഞുള്ള അറിവാണ്. അവർ ആ സമയത്താണ് മാർലോയിസിൽ നിന്നോ അവിടെ നിന്നൊക്കെ ഓസ്തിയൊക്കെ അവിടെ കൊണ്ടുവന്നാണ്, വീഞ്ഞെ കൊണ്ടുവന്നാണ് പറഞ്ഞത്. മാർലോയിസിൽ നിന്ന് വീഞ്ഞ് കൊടുക്കാൻ വീഞ്ഞില്ല. മാർലോയിസ് വീഞ്ഞ് വിൽപ്പന കേന്ദ്രമല്ല. ഓസ്തി വിൽക്കുന്നുണ്ട്, വീഞ്ഞ് വിൽക്കാനായിട്ട് അരമനയ്ക്ക് മാത്രമേ അനുമതിയുള്ളൂ. ഇവർ പിന്നെ ഈ എൻക്വയറി കമ്മീഷനെ ഞങ്ങൾ സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത കത്തിൽ മാർലൂയിസിൽ നിന്നാണ് വീഞ്ഞും ഓസ്തിയും കൊണ്ടുവന്നവർ പറയുന്നുണ്ട്. അത് തെറ്റാണത്. അങ്ങനെയാണെങ്കിൽ മാർലൂയിസിൻ്റെ പേരിൽ കേസെടുക്കണം. കാരണം മാർലൂയിസ് വീഞ്ഞ് വിൽക്കാൻ അവർക്ക് 6 ലൈസൻസ് കൊടുത്തു. അരമനയിൽ നിന്നാണ് വന്നെങ്കിൽ പറയാം. അങ്ങനെ വീഞ്ഞ് അവിടെ കൊണ്ടുവന്നു. അങ്ങനെ രാത്രി ബഹളം മൂത്തു. ഞാൻ അവിടെ അസിസ്റ്റൻ്റ് കമ്മീഷണർ ഓഫ് പോലീസ് വന്നത്. അപ്പോൾ ഇരുട്ടാണ്, ഈ വെളിച്ചൊന്നുമില്ല. കമ്മീഷണർ പോലീസ് വന്നപ്പോൾ ഞാൻ പോലീസുകാരെ വിളിച്ച് അദ്ദേഹത്തെ വിളിക്കാൻ പറഞ്ഞു. അദ്ദേഹത്തെ വിളിച്ചു. സാറേ എങ്ങനെയെങ്കിലും ഇതിന് പരിഹരിക്കാനായിട്ട് മാർഗമുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾക്ക് ആരെയും ബലമായിട്ട് പുറത്തിറക്കാനുള്ള ഓർഡറില്ല, അത് ജില്ലാ മജിസ്ട്രേറ്റ് തരണം, കളക്ടർ തരണം, അത് തന്നാലേ ഉള്ളൂ. എന്നാൽ സാറ് മേലധികാരിയോടൊന്ന് ചോദിച്ചിട്ട് വേണ്ടത് ചെയ്തത് നന്നായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അവരങ്ങ് പോയി. പിന്നെ ഞാൻ 4 പേരെ ഫോൺ ചെയ്ത് കളക്ടറുടെ ക്യാമ്പസ് ഓഫീസിലേക്ക് വീട്ടിലേക്ക് വിട്ടു.
12:45 ആ സമയത്ത് 12:45 രാത്രി. രാത്രി. അപ്പോൾ ഞാൻ സങ്കീർത്തനത്തിലെ പോലീസുകാരാണ് എനിക്ക് ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് തന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഇവിടെ കുർബാന നടക്കുന്നുണ്ട്. അവിടെ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കുർബാനയുടെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ സങ്കീർത്തനണ്ട് കേട്ടതാണ്. നമ്മൾ കുർബാനയിൽ ഒരു ലേഖനമൊക്കെ ഒരു പോർഷനാണല്ലോ വായിക്കേണ്ടത്. ഇതൊരു പോർഷനല്ല. റോമാക്കാരുടെ ഒരു പോർഷനാണെങ്കിൽ റോമാക്കാരുടെ മൊത്തം അങ്ങോട്ട് വായിക്കുകയാണ്. സമയം പോണ്ടേ. പിന്നെ സുവിശേഷമാണെങ്കിൽ ഒരു പോർഷനാണെങ്കിൽ, മത്തായിയുടെ പോർഷനാണെങ്കിൽ മത്തായിയുടെ മുഴുവൻ വായിക്കുകയാണ്. പിന്നെ പാട്ടുകൾ പാടിയ പാട്ടിനെ റിപ്പീറ്റ് ചെയ്ത് പാടുന്നു. സമയം നീട്ടിക്കൊണ്ട് പോവുകയാണ്. ഈ ഒരു കുർബാനയുടെ ഇടയ്ക്ക് ഇവർ ചെയ്ത കാര്യങ്ങളാണ് അച്ഛന്മാർ. എന്നിട്ട് കുർബാനയെ അവകളിൽ ഞാനാണെന്ന് അവർ ആരോപിക്കുന്നു. ഇവരാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. ഈ കുർബാനയെ അവഹേളിച്ചതെല്ലാം ഈ അച്ഛന്മാർ തന്നെയാണ്. കുർബാനയെ ഒരു സമര മാർഗമായി അവർ അധപ്പതിപ്പിച്ചു എന്നുള്ളതാണ്. അവരെയാണ് ശിക്ഷിക്കേണ്ടത്. അവരാണ് മഹോൽ ശിക്ഷയ്ക്ക് വിധേയമാകേണ്ടത്. കുർബാനയെ ഒരു സമരമാർഗമായി സ്വീകരിച്ചു. കുർബാന എത്രയോ പവിത്രമാണ്, വിശുദ്ധമാണെന്ന് ഇവർക്കറിയാമല്ലോ. ആ കുർബാന അവഹേളിക്കപ്പെടുമെന്നുള്ള എല്ലാ സ്ഥലവും ഉണ്ടായിട്ടും കുർബാന നിർത്താതെ എന്തിനാ ഈ കൊണ്ടുപോയത്? അതൊരു സമരമാർഗമായിരുന്നു അവരുടേത്. അത്രയ്ക്ക് അധപ്പതിച്ച രീതിയിലാണ് അച്ഛന്മാരവിടെ പെരുമാറിയത്. നമ്മളാരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ അച്ഛന്മാരൊക്കെ ചെയ്യുമെന്നുള്ളത്. ഈ അച്ഛന്മാർ പറയുന്നത് അതേപടി ചില ആളുകൾ ചിന്തയില്ലാതെ വിഴുങ്ങുകയാണ്. അങ്ങനെയാണ് അവരുടെ കൂടെ ആളുകൾ. വൈകാരികമാണെല്ലാം. ആരും പിന്നെ സാധാരണ വിശ്വാസികൾ പറയുന്നതിൽ പ്രശ്നമില്ല. കുർബാനയിൽ വിശ്വാസികളെല്ലാവരും എപ്പോഴും അൾത്താരയിലേക്ക് തിരിഞ്ഞാണല്ലോ കുർബാനയിൽ പങ്കെടുക്കുന്നത്. അച്ഛന്മാരാണ് പുതിയ കുർബാന കർമ്മത്തിൽ തിരിയേണ്ടി വരുന്നത്. അതുകൊണ്ട് ജനങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ജനങ്ങളെ ഇരകളാക്കിയ അച്ഛന്മാർ അവരെ തെറ്റായ കാര്യങ്ങളാണ് പഠിപ്പിച്ചിരിക്കുന്നത്. തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു പരത്തി അവരുടെ മനസ്സും അവരുടെ ശരീരവും അവരുടെ വികാരവും എല്ലാം സഭയ്ക്ക് എതിരാക്കി മാറ്റി, അവർക്ക് അനുകൂലമായി വരത്തക്ക രീതിയിലാക്കി. അങ്ങനെയാണ് ജനങ്ങളെ മുഴുവൻ ഇളക്കിയത്. ഇപ്പോഴും നമ്മുടെ ആളുകൾ അത് വിശ്വസിച്ചിരിക്കുകയാണ്. ആളുകളുടെ ചിന്താശേഷി നശിച്ചു. അച്ഛന്മാർക്ക് എന്താ നഷ്ടപ്പെടാനുള്ളത്? എന്താണ്? അച്ഛന്മാർക്ക് ഭാര്യയില്ല, മക്കളില്ല. അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. അവർ മരിച്ചു കഴിഞ്ഞാൽ തീർന്നു, അവരോട് തീർന്നു. വിശ്വാസികളെ സംബന്ധിച്ചോളം എന്താണ്? ഒരാളെ സംബന്ധിച്ച് ഭാര്യയുണ്ട്, കുടുംബമുണ്ട്, മക്കളുണ്ട്. അവരുടെ വിശ്വാസമാണ് നശിക്കുന്നത്. അവരുടെ വിശ്വാസത്തിനാണ് വളർന്നു വരുന്ന തലമുറയുടെ വിശ്വാസമാണ് ക്ഷയിക്കുന്നത്, നശിക്കുന്നത്. ആ ചിന്തയൊന്നും അച്ഛന്മാർക്കില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ചിന്തിക്കുന്നില്ല. അവരുടെ ദുശാഠ്യം നടപ്പിലാക്കാൻ വേണ്ടി ഏത് ഹീനമാർഗവും. ഞാൻ മോഷ്ടിച്ച നല്ലയിടത്തിനോട് വന്ന തുടക്കത്തിൽ തന്നെ പറഞ്ഞായിരുന്നു, ലക്ഷ്യവും മാർഗവും സുതാര്യമായിരിക്കണം. അതാണ് ക്രിസ്തീയമായ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അല്ലാണ്ട് ലക്ഷ്യത്തിന് വേണ്ടി ഏത് തെറ്റായ മാർഗവും സ്വീകരിക്കുന്നത് നമ്മുടെ രീതിയല്ല എന്ന് പറഞ്ഞു. ലക്ഷ്യവും മാർഗവും സ്ഥിരമാക്കണം. അങ്ങനെ ഞാൻ വെളുപ്പിന് 5 മണി വരെ ആ സങ്കീർത്തി മുറിയിൽ ഇരുന്നു. കൊതുകടി കൊണ്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു. ഉണ്ടായിരുന്നില്ല കൂടെ 2 പോലീസുകാരുണ്ട്. പോലീസുകാർക്കും വിഷമിച്ച്, അവർക്കും ഉറങ്ങാൻ പറ്റുന്നില്ല. എല്ലാം അവരും മടുത്തു. ഇവിടെയാണ് ബഹളങ്ങൾ കിടന്ന്. അവിടെ ഗ്ലാസ് കത്തിച്ച് വെച്ചിരിക്കുന്ന തിരിയുടെ ഗ്ലോബൊക്കെ താഴെ വീണ് പൊട്ടുന്നതൊക്കെ ഒച്ച കേൾക്കാം എനിക്ക്. ഞാൻ 5 മണിയായപ്പോൾ പറഞ്ഞു എനിക്ക് ഒന്ന് മുറിയിലേക്ക് പോകണമെന്ന് പറഞ്ഞു. പോലീസിൻ്റെ കൂടെ വന്ന് മുറിയിലേക്ക് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ കുറച്ച് പേര് കട്ടൻ ചായ കുടിക്കുന്നുണ്ട്. അച്ഛൻ ഒരു ഗ്ലാസ് ചായ കുടിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു. ഞാൻ അവിടെ ചെന്ന്, ആരാണെന്ന് എനിക്കറിയാൻ പാടില്ല, ഇരുട്ടായിരുന്നു. അവിടെ ചെന്ന് ചായ കുടിച്ചു. അവർ ബിസ്ലിക്ക് ഇടവക്കാരായിരുന്നു. സംസാരത്തിൽ നിന്ന് അവർ നമ്മളോട് അനുഭവമുള്ള സഭയോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണെന്ന് എനിക്ക് തോന്നി. ഞാൻ ചായ കുടിച്ചിട്ട് ഞാൻ എൻ്റെ മുറിയിലേക്ക് പോയി. അപ്പോൾ ഞാൻ അവിടെ ചെന്നതും ഒക്കെ ഗൂഢാലോചനയാണെന്നാണ് ഇവർ പിന്നീട് ചിത്രീകരിച്ചത്. ഇവർ വീഡിയോ എടുത്തിട്ട് ഗൂഢാലോചനയായിട്ട് ചിത്രീകരിച്ചു. അസിസ്റ്റൻറ്റ് കമ്മീഷണറുമായിട്ട് ഞാൻ സങ്കീർത്തി സംസാരിച്ച് അതും ഗൂഢാലോചനയായിട്ട് അവർ വ്യാഖ്യാനിച്ചു. എന്തെല്ലാം രീതിയിലാണ് ഇതിൻ്റെ വീഡിയോ ഫുട്ടേജ് എടുത്തിട്ട് എന്തെല്ലാം തെറ്റായ വ്യാഖ്യാനങ്ങളാണ് കൊടുത്തത്. അങ്ങനെയാണ് ആളുകളെ എതിരാക്കി അവർ മാറ്റിയത്.